ഇന്നത്തെ നമ്മുടെ റെസിപ്പി പോട്ടിയും കടലയാണ് കേട്ടോ. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ മേടിച്ചിട്ട് ചൂടുവെള്ളത്തിലിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് നുറുക്കിയെടുത്ത പോട്ടിയാണ്. അപ്പോൾ അത് നമുക്ക് കുക്കറിലിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും വേപ്പിലയൊക്കെ ചേർത്ത് ഞാൻ 4 വിസിൽ ഫുള്ളിലും 4 വിസിൽ മീഡിയത്തിലിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ. പോട്ടിക്ക് അത്യാവശ്യം വേവുണ്ട്. കുക്കറിൻ്റെ ഫ്ലെയിമിൻ്റെ അനുസരിച്ച് ചിലപ്പോൾ വേവ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസപ്പെടാം. അപ്പോൾ നിങ്ങളത് നോക്കി ചെയ്യണം. വെന്ത് കഴിയുമ്പോൾ അതിൽ നല്ല വെള്ളം ഉണ്ടാവും. ആ വെള്ളം നമ്മൾ വേറെ പാത്രത്തിലിട്ട് ഒഴിച്ച് വെച്ച് കഴിയുമ്പോൾ നമുക്കിങ്ങനെ നെയ്യ് തെളിഞ്ഞ് കിട്ടും മഞ്ഞ കളറിൽ. ഇപ്പോൾ ഒരു പാത്രം ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയും ഉണക്കമുളകും വേപ്പിലയൊക്കെ ചേർത്ത് നന്നായിട്ട് വഴറ്റാം. ഞാനതിലിട്ട് ഒരു കഷ്ണം നെയ്യും കൂടെയും ചേർക്കുന്നുണ്ട്. അതോടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി വാടി കഴിയുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കറി മസാലയും ചേർത്ത് നന്നായിട്ട് പച്ചമണം മാറുന്നോടം വരെ വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കണ പോട്ടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് പോട്ടിയിൽ മസാലകളൊക്കെ പിടിച്ച നെയ്യൊക്കെ നന്നായിട്ട് ഇങ്ങനെ പതഞ്ഞ് വരും. തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തി ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് വേവിച്ച കടല ഇതിലിട്ട് ചേർത്ത് കൊടുക്കാം. കടലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മസാലകൾ നന്നായിട്ട് പോട്ടിയിലും കടലയിലും പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒരു 2-3 മിനിറ്റ് ചെറിയ തീയിലിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പത്തിന് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി മസാലകളൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ മസാലയൊക്കെ പിടിച്ചോന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുക. പിന്നെ വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെയും ചേർത്താൽ നല്ലതാണ്. നിർബന്ധമില്ല, അല്ലാതെയും നല്ലതാണ്. അപ്പോൾ ഇത് ഏതായാലും റെഡി ആയിട്ടുണ്ട്. നല്ല ആവിയൊക്കെ പുറക്കുന്നുണ്ട്. നെയ്യൊക്കെ നല്ല അവിടെ കിടന്ന് പതയുണ്ട്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബൈ.